ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ 1/4 മുറി, സവാള 1 നീളത്തിൽ അരിഞ്ഞത്, ഉള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാളയും ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ പിന്നെ മൂടി വയ്ക്കരുത്, തുറന്നിട്ട് വേവിക്കുക. അല്ലെങ്കിൽ ഇതിലൊരു നൂലുണ്ട്, അത് പോവില്ല. നമ്മൾ കുറച്ച് സമയം തുറന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ നൂല് പോകും. പലരും വെണ്ടയ്ക്ക തോരൻ വെക്കില്ല, കാരണം ഈ നൂലുള്ളത് കൊണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇനി നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെണ്ടയ്ക്കയും തോരൻ വയ്ക്കാമെന്ന്. നല്ല ടേസ്റ്റിയാണ്. നൂല് പോയതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. വെണ്ടയ്ക്കയുടെ നൂലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട, ശരിയാണ്. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ. എല്ലാവരും ട്രൈ ചെയ്യുക.